വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കുറേ നാളുകളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പം ലൈവ് നോട്ടിഫിക്കേഷൻ ആണ്. ജനുവരി 1-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഏകദേശം ഡിസംബർ പകുതിയോട് അടുക്കാറായി. ഇനിയും നമ്മൾ കാലതാമസം കൂടാതെ എത്രയും പെട്ടെന്ന് ആ തസ്തികയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമേ ഉള്ളൂ. ഒരു യൂണിഫോം തസ്തികയായതുകൊണ്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ആൾക്കാർ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും തീർച്ചയായിട്ടും അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. കാരണം ഇതിനകത്ത് ഒരു തസ്തിക ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു തസ്തിക പോരെ, നമുക്കൊരൊറ്റ ഒരു വേക്കൻസി മാത്രം മതിയല്ലോ. സോ ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടി മാത്രമായിട്ടിരുന്ന് പഠിച്ചാലും പോരെ. അപ്പൊ മറ്റുള്ള ആൾക്കാർ പലതും നിങ്ങളോട് പറയും. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സാധാരണ നമ്മുടെ ഈ പോലീസ് ഡ്രൈവർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ വൈകുന്നേരങ്ങൾ രാത്രികളൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. കാരണം സാധാരണ അവർ ജോലി ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ എഴുതാൻ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതുപോലെ തന്നെ സമാനതകളില്ലാതെ ഇതുപോലെ തന്നെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം വന്നിരുന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പഠനം ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. രാത്രി സമയങ്ങളും അതേപോലെ ഒഴിവ് കിട്ടുന്ന എല്ലാ സമയങ്ങളും കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ച് സോ ഒഴിവ് കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. സോ എപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാലും അതെല്ലാം നിങ്ങൾ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. പഠനമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സോ മുമ്പോട്ടുള്ള ഏകദേശം ഒരു 2-3 മാസത്തേക്ക് നിങ്ങൾ പഠിക്കുക. സിലബസ് വൃത്തിയായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക. ആ സിലബസിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കിടക്കുന്ന ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇത്തവണത്തെ നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷ അല്ലെങ്കിൽ ഇത്തവണത്തെ പോലീസ് ഡ്രൈവർ തസ്തിക നമുക്കുള്ളതാണ്. തീർച്ചയായിട്ടും 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും 2025 ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തസ്തിക കാറ്റഗറി നമ്പർ 427/2024 ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിനകത്തേക്ക് കടന്നു പോയിട്ട് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക. 427/2024 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യരുത്. സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബേസിക് കണ്ടോ, 31,100 എന്ന് പറയുന്ന വലിയൊരു ബേസിക് ആണ്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. ആളുകൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതെ ഏറ്റവും ഭംഗിയായിട്ട് ആ സിലബസിന്റെ ഒരു ഹാർഡ് കോപ്പി എപ്പോഴും കയ്യിൽ വേണം. നിങ്ങൾ എവിടെ യാത്ര ചെയ്താലും സിലബസിന്റെ ഒരു ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനകത്തുള്ളതല്ല, ഒരു പ്രിന്റ് എടുക്കണം. ഏകദേശം ഒരു 10-20 രൂപയുടെ ചെലവേ ഉള്ളൂ. അതെടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കണം, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ സിലബസിനകത്ത് ഇന്ന ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ അത് പഠിക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ് കിടക്കുന്നത് അത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിനകത്തുനിന്നും ഏതൊക്കെ എത്ര മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അത് പഠിക്കണം. ഇന്ന് അത് പഠിച്ചിട്ട് കിടന്നാൽ മതി. ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കണം. ഓരോ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നെന്ത് പഠിച്ചു എന്ന് വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് എഴുതി വെക്കണം. സോ നിങ്ങൾ ഇന്നൊന്നും പഠിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് കുറ്റബോധം വരും. അതല്ല, നിങ്ങളൊരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതുന്നില്ല, എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്നുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു റൈറ്റ് ട്രാക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു. എത്രയും പെട്ടെന്ന് പ്രൊഫൈലിനകത്ത് കടന്നു പോവുക, അപ്ലൈ ചെയ്യുക. രണ്ടാമത് അവിടെ വെച്ച് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഇതിന്റെ സിലബസിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക. അത് വൃത്തിയായിട്ട് കയ്യിൽ സൂക്ഷിക്കുക. ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു പോകുന്ന ഓരോ ടോപ്പിക്കുകൾ അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകൾ അണ്ടർലൈൻ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? മക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുണ്ടല്ലോ, അത് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക ആയിക്കോട്ടെ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക ആയിക്കോട്ടെ, അതിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയുടെ കാറ്റഗറി നമ്പർ 416 കഴിഞ്ഞ തവണത്തെ കാര്യമായി പറയുന്നത്. 416 വിമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ 583 വരുന്നു. ഈ 2 തസ്തികകളിലെ
നമുക്ക് മാത്സിനകത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ മക്കളെ, ഇതെല്ലാം ഞാൻ പ്രത്യേകം പറയുന്നു. കഴിഞ്ഞ തവണ നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയ്ക്ക് 2023 നമ്മൾ എഴുതിയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, എടാ 10⁵5 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 10⁻7 ഇൻറ്റു 10⁻8 വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാ? അതായത് കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് ചാപ്റ്ററാണ്? കൃത്യംഗ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഞാൻ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരാം ക്ലാസ്സിൽ. അതായത് ഏകദേശം ഒരു 50 ചോദ്യങ്ങൾ നിങ്ങൾ ആ കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ സെറ്റാണ്, വേറൊന്നും പഠിക്കാനില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, എടാ 10⁻5 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 10⁻7 ഇൻറ്റു 10⁻8 വില എത്ര എന്നാണ് ചോദിച്ചത്. രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആ ആധാരസംഖ്യ അതുപോലെ തന്നെ എഴുതുക, കൃതികൾ കൂട്ടിവെക്കുക. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എടാ a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n അല്ലേ? അതായത് രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ എന്ന് പറഞ്ഞാല് താഴെ കിടക്കുന്ന സംഖ്യ പറയുന്ന പേരാണ് ആധാരസംഖ്യ. മുകളിൽ ചെറുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് കൃതി അല്ലെങ്കിൽ പവർ എന്നാണ്. താഴെ വലുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് ആധാരസംഖ്യ എന്നും മുകളിലെ ചെറുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് കൃതി അല്ലെങ്കിൽ പവർ എന്നാണ് പറയുന്നത്. സോ അങ്ങനെ രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആധാരസംഖ്യ അതുപോലെ തന്നെ എഴുതുക, കൃതികൾ കൂട്ടിവെക്കുക. അതായത് ഇവിടെ മക്കളെ 2⁵5 ഇൻറ്റു 2⁻7 ഇൻറ്റു 2⁻9 വില എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണ് പൂട്ടി പറയണം. രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആധാരസംഖ്യ അതുപോലെ തന്നെ എഴുതുക, കൃതികൾ കൂട്ടിവെക്കുക. എടാ 5 7 കൂടെ കൂട്ടിയാൽ 12, 12 9 കൂടെ കൂട്ടിയാൽ 12 9 21. ഉത്തരം 2⁻21 എന്നല്ലേ? ഇങ്ങനെ കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 കൃത്യംഗ നിയമങ്ങൾ നമ്മൾ പഠിക്കും. അതായത് a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n, a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n, a⁻m the whole raised to n is equal to a⁻mn, a⁻0 is equal to 1, a⁻m is equal to 1 by a⁻m, ab the whole raised to m is equal to a⁻m into b⁻m, a by b the whole raised to m is equal to a⁻m divided by b⁻m. If a⁻m is equal to a⁻n, we can say m equal to n. അങ്ങനെ 8 കൃത്യംഗ നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. അതിലെ ഒന്നാമത്തെ കൃത്യംഗ നിയമമാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. അത് സെറ്റായോ? എന്തോ നമ്മൾ പഠിച്ചത്? രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ, ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആധാരസംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് കൃതികൾ കൂട്ടിവെക്കുക. ഇതാണ് ഒന്നാമത്തെ കൃത്യംഗ നിയമം. സമ്മതിച്ചേ? വൃത്തിയായിട്ട് മനസ്സിലായേ? ഇനി രണ്ടാമത്തെ കൃത്യംഗ നിയമം, പിള്ളേരെ a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m-n. അതായത് രണ്ട് കൃത്യംഗ സംഖ്യകളെ ഹരിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആധാരസംഖ്യ അതുപോലെ എഴുതി വെച്ചിട്ട് കൃതികൾ കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണേ, 7⁻10 ഡിവൈഡഡ് ബൈ 7⁻4 is equal to what? രണ്ട് കൃത്യംഗ സംഖ്യകളെ ഹരിക്കുമ്പോൾ അവയുടെ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ ആധാരസംഖ്യ അതുപോലെ തന്നെ എഴുതുക, കൃതികൾ തമ്മിൽ കുറയ്ക്കുക. 10 4 പോയാൽ
10 4 പോയ എത്ര? 6. 7/6 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കൃത്യങ്ക നിയമങ്ങൾ അറിയാമെങ്കിൽ ഈ പ്രോബ്ലം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം പതുക്കെ ചെയ്ത് നോക്കാം. എടാ 10⁵ ഇൻറ്റു 10�6 രണ്ട് കൃത്യങ്ക സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം അല്ലേടാ? ആ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ ആധാര സംഖ്യ അതുപോലെ എഴുതുക, 10നെ അതുപോലെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് കൃതികൾ കൂട്ടി വെക്കുക. എടാ പിള്ളേരെ 5ഉം 6ഉം കൂടെ കൂട്ടി എത്ര? 5ഉം 6ഉം കൂടെ കൂട്ടിയാൽ 11. കണ്ടോ? അതായത് 10⁵ ഇൻറ്റു 10�6 എന്ന് പറഞ്ഞാല് 10⁻11 ആണെന്ന് മനസ്സിലായി. ഡിവൈഡഡ് ബൈ ഇനി 10⁻7ഉം 10⁻8ഉം കൂടെ ഗുണിച്ചാൽ എത്ര? അതുപോലെ തന്നെ രണ്ട് കൃത്യങ്ക സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം ആയതുകൊണ്ട് ആധാര സംഖ്യ അതുപോലെ തന്നെ എഴുതി വെക്കുക, കൃതികൾ കൂട്ടി വെക്കുക. 7ഉം 8ഉം കൂടെ കൂട്ടിയാൽ 15, 7ഉം 8ഉം കൂടെ കൂട്ടിയാൽ 15. അപ്പോൾ 10⁻11 ഡിവൈഡഡ് ബൈ 10⁻15ന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയണം, എന്ത് പറയണം? രണ്ട് കൃത്യങ്ക സംഖ്യകളെ ഹരിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ ആധാര സംഖ്യ അതുപോലെ തന്നെ എഴുതി വെക്കുക, കൃതികൾ തമ്മിൽ കുറയ്ക്കുക. 11 ന്ന് 15 കുറയ്ക്കണം. അപ്പൊ ചെറിയ സംഖ്യ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ചിഹ്നം കൊടുത്താൽ മതി എന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയ സംഖ്യ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാല് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. 15 ന്ന് 11 കുറച്ചാൽ 4 വരും, മൈനസ് ചിഹ്നം കൊടുത്താൽ -4. അപ്പോൾ 10⁻4 എന്ന് വരും. അത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. മക്കളെ 10⁻4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രണ്ടാമത്തെ കൃത്യങ്ക നിയമം അല്ല, 3ഉം കൂടെ പഠിച്ചു വെച്ചോണം. മൂന്നാമത്തത് a⁻m = 1/a⁻m. കണ്ടോ? a⁻m = 1/a⁻m. അതായത് ഒരു കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആധാര സംഖ്യ തലതിരിച്ചാല് പവർ പോസിറ്റീവ് ആവും. ഒരു കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആധാര സംഖ്യ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും. സോ അങ്ങനെയാണെങ്കിൽ ഈ കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് അല്ലേ? ഈ കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആധാര സംഖ്യ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും. തലതിരിച്ചു കഴിഞ്ഞാല് 1/10⁴ എന്ന് വരും. ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 1/10⁴ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അതും ഇല്ല. 10⁴ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 10⁴ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 10⁴ എന്ന് പറഞ്ഞ അർത്ഥം 1 കഴിഞ്ഞിട്ട് 4 പൂജ്യം അല്ലേ? 1 കഴിഞ്ഞിട്ട് 4 പൂജ്യം വരുന്ന സംഖ്യ പറഞ്ഞ പേരാണ് 10⁴. അപ്പോൾ ഉത്തരം ദാണ്ട കിടക്കുന്നുണ്ടേ, 1 കഴിഞ്ഞിട്ട് 4 പൂജ്യം വരുന്ന സംഖ്യ. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? ഏതൊക്കെ കൃത്യങ്ക നിയമങ്ങളാണ് പഠിച്ചത്? അപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ പഠിച്ചു? രണ്ട് കൃത്യങ്ക സംഖ്യകളെ ഗുണിക്കാൻ രണ്ടോ രണ്ടിലധികമോ കൃത്യങ്ക സംഖ്യകളെ ഗുണിക്കാൻ ചോദിച്ചാല് ആധാര സംഖ്യ അതുപോലെ എഴുതുക, കൃതികൾ കൂട്ടിവെക്കുക. ഒന്നാമത്തത്. ഇനി രണ്ട് കൃത്യങ്ക സംഖ്യകളെ ഹരിക്കാൻ ചോദിച്ചാല് ആധാര സംഖ്യ അതുപോലെ എഴുതുക, കൃതികൾ തമ്മിൽ കുറയ്ക്കുക. ഇനി ഒരു കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ മക്കളെ, ഒരു കൃത്യങ്ക സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആധാര സംഖ്യ തലതിരിച്ചാലേ പവർ പോസിറ്റീവ് ആവും. ഇനി 10⁻4 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 1 കഴിഞ്ഞിട്ട് 4 പൂജ്യം വരുന്ന സംഖ്യയാണ്. 1 കഴിഞ്ഞിട്ട് 4 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണ് എന്ത്? 10⁻4 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരെന്തുവാ? 1 കഴിഞ്ഞിട്ട് 1 2 3 4 5 6. 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വരുന്ന സംഖ്യ പറഞ്ഞ പേരാണ് 10 ലക്ഷം എന്ന് പറയും. ആ 10 ലക്ഷത്തിന് നമ്മൾ പറയുന്ന പേരാണ് മില്യൺ എന്ന് പറയും. യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ നോക്കാറുണ്ട്, മില്യൺ അടിച്ച ചാനൽ. 1 മില്യൺ അടിച്ച ചാനൽ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 10⁻6 എന്ന് പറഞ്ഞാൽ മില്യൺ ആണ്, 10⁻6 എന്ന് പറഞ്ഞാൽ മില്യൺ ആണ്. അതേപോലെ നമ്മൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ 10⁻9 എന്ന് പറഞ്ഞാല് 100 കോടിയാണ്. 100 കോടിയെ പറയുന്ന പേര് ബില്യൺ. മറന്നുപോരുത്. 1 കഴിഞ്ഞ് 6 പൂജ്യം വരുന്ന സംഖ്യ 10⁻6 പറയുന്ന പേര് മില്യൺ ആണ്, 10⁻9 പറയുന്ന പേര് ബില്യൺ ആണ്. അതേപോലെ 10⁻12 പറയുന്ന പേര് ട്രില്യൺ. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും 10⁻9 ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിക്കും. ഓപ്ഷൻ എ മില്യൺ, ഓപ്ഷൻ ബി ബില്യൺ, ഓപ്ഷൻ സി ട്രില്യൺ, അങ്ങനെ വരും. അപ്പോൾ
10⁻6 ആണെങ്കിൽ മില്യൺ, 10⁻9 ആണെങ്കിൽ ബില്യൺ, 10⁻12 ആണെങ്കിൽ ട്രില്യൺ, അതേപോലെ 10⁻15 ആണെങ്കിൽ ക്വാഡ്രില്യൺ. എഴുതിയെടുത്തു കേട്ടോ. 10⁻15 ആണെങ്കിൽ ക്വാഡ്രില്യൺ ആണ്. അതേപോലെ 10⁻18 ആണെങ്കിൽ ക്വിന്റില്യൺ. ക്വിന്റില്യൺ ക്വിന്റില്യൺ കണ്ടോ, ക്വിന്റില്യൺ എന്നാണ്. അതേപോലെ 1നോടൊപ്പം 100 പൂജ്യം വരുവാണെങ്കിൽ, എടാ മക്കളെ 1നോടൊപ്പം 100 പൂജ്യം വരുവാണെങ്കിൽ ആ സംഖ്യ പറയുന്ന പേര് ഗൂഗോൾ. ഗൂഗോൾ എഴുതിയെടുത്തോണം കേട്ടോ. വെറുതെ വീഡിയോ കണ്ട് കളയുമല്ല. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അത് വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. കാരണം സ്ഥിരമായിട്ട് നമ്മൾ മാത്സിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. സോ ഈ ചോദ്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് യൂട്യൂബിനകത്ത് കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ നോട്ട് വാങ്ങിച്ച് എഴുതിയെടുത്ത് കോപ്പി ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു കേട്ടോ. 6ന്റെ കൂടെ 3 കൂട്ടിയ 9, 9ന്റെ കൂടെ 3 കൂട്ടിയ 12, 12ന്റെ കൂടെ 3 കൂട്ടിയ 15, 15ന്റെ കൂടെ 3 കൂട്ടിയാൽ 18. മില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, ക്വിന്റില്യൺ, ഗൂഗോൾ. ഇത്രയും വാക്കുകൾ വൃത്തിയായിട്ട് മനസ്സിൽ ഓർമ്മയിലുണ്ടാവണം. അതേപോലെ നമുക്കറിയാം, ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള ആശയക്കുഴപ്പമുള്ളവരായിരിക്കാം. സോ ഇതെല്ലാം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് തന്നുകൊണ്ട് ഇന്നതൊക്കെ പഠിച്ചാൽ മതി എന്ന് വ്യക്തമായിട്ട് പറയുന്ന, അല്ലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏറ്റവും തുടക്കം മുതൽ, അതായത് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഏറ്റവും തുടക്കം മുതൽ, 1ാമത്തെ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കൊണ്ട് ഈ ഏതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഏറ്റവും പുതിയൊരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ഇനി അതിന്റെ റെക്കോർഡ് വെർഷൻസ് ഉണ്ടാവും. ഓരോ ടോപ്പിക്കിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സ്ഥിരമായിട്ട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷകൾ എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ മെന്റർ തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു സാധ്യത വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം മുമ്പോട്ടുള്ള യാത്രയിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല. കൃത്യമായിട്ട് 1ാമത്തെ ദിവസം ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ് പരീക്ഷ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും. 2ാമത്തെ ദിവസം അങ്ങനെ സമയത്തിനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാൻ ഈ ബാച്ച് കൊണ്ട് സാധിക്കും. സോ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ബോർഡ് നമ്പർ. ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8089200474 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ സെയിം ക്ലാസ്സുകളുമായിട്ട് നമ്മൾ അവിടെയും ഉണ്ടാകും. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്, നോക്കിയടാ. ചോദ്യം വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് പിന്നെ റൂട്ടിനകത്ത് അടുത്ത റൂട്ട്, പിന്നെ റൂട്ട് കിടപ്പുണ്ട് കേട്ടോ. ഈ റൂട്ടിന് ഇത്രയും വരെ ഉണ്ട് റൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ഇൻഫിനിറ്റി വരുന്ന ചോദ്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണിത്. സോ ഇതെങ്ങനെ ചെയ്തെടുക്കേണ്ടത്? എടാ, റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലത്തെ അറ്റത്തേക്ക് പോട്ടെ, ഏറ്റവും വലത്തോട്ടങ്ങ് പോകണം. ഏറ്റവും വലത്തോട്ട് അങ്ങോട്ട് പോകും. ഏറ്റവും വലത്തെ അറ്റത്തേക്ക് പോവുക. ഏറ്റവും വലത്തെ അറ്റത്തെ റൂട്ട് ആദ്യം അങ്ങ് ചെയ്യണം. അതായത് റൂട്ട് 16 ഏറ്റവും വലത്തെ അറ്റത്ത് കിടക്കുന്നത്. അതിന്റെ വില മാത്രം അങ്ങ് പറയാം. റൂട്ട് 16ന്റെ വില എത്ര? എടാ, റൂട്ട് 16ന്റെ വില 4 അല്ലേ? അത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അതങ്ങ് എഴുതുക. ആ റൂട്ട് അങ്ങ് വെട്ടിക്കളയണം. വെട്ടിക്കളഞ്ഞിട്ട് 4 എന്ന് പറയണം. പറയാൻ എളുപ്പമല്ലേ? പറഞ്ഞു. അപ്പൊ മനസ്സിലായി, ആ റൂട്ട് പോയി. ആ റൂട്ടിന് ബദലാണ് 4. എടാ, അവിടെ 21 + 4 ആയി. എടാ, 21 4 കൂട്ടി എത്ര? 21 4 കൂട്ടി 25 അല്ലേ? 21 4 കൂടെ കൂട്ടിയാൽ 4 എങ്ങനെയാ വന്നത്? 4 ഇപ്പം കിട്ടിയ 4. 21 അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ 24 കൂട്ടി എത്ര? 25 അല്ലേ? 25. ആ 25ന്റെ റൂട്ട് എത്ര? 25ന്റെ റൂട്ട് 5 അല്ലേ? ആ 5 പുറത്തെഴുതിക്കൂ. അത്രയും കളയെ.
25 വന്നു, 25ന്റെ റൂട്ട് 5 കിട്ടി. ഇനി 4 + 5, 4ഉം 5ഉം കൂടെ കൂട്ടി എത്ര? 9 അല്ലേ? 9. 4ഉം 5ഉം കൂടെ കൂട്ടിയ 9. ആ 9ന്റെ റൂട്ട് എത്ര? 9ന്റെ റൂട്ട് 3 അല്ലേ? 3 എഴുതിക്കൂ. അതെങ്കിൽ പുറത്തെഴുതിയാൽ മതി. 1ഉം 3ഉം കൂടെ കൂട്ടിയാൽ 4 അല്ലേ? 4. എടാ 4ന്റെ റൂട്ട് എത്ര? 4ന്റെ റൂട്ട് എത്ര? 4ന്റെ റൂട്ട് 2. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു. അങ്ങനെ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലത്തെ അറ്റത്തെ റൂട്ട് ആദ്യം ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരണം. വലത്തൂന്ന് ഇടത്തേക്ക് ഓരോ റൂട്ടുകൾ വൃത്തിയായിട്ട് ഒഴിവാക്കി 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 വരുമ്പോൾ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും. സോ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങളുടെ പ്രോബ്ലങ്ങൾ നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്തത് ഇതാണ് പിന്നീട് ചോദിച്ച അടുത്ത ചോദ്യം. 999ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ എത്ര? ഏത് ചാപ്റ്ററിന് ചോദിച്ച ചോദ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ? എടാ മക്കളെ, ഒരു ചോദ്യം കാണുമ്പോൾ അത് ഏത് ചാപ്റ്ററിന് ചോദിച്ച ചോദ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാതെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ചോദ്യം അതുപോലെ പരീക്ഷയ്ക്ക് വരുമെന്നല്ല. ഈ ചോദ്യം ഏത് ചാപ്റ്ററിനാണ് ചോദ്യകർത്താവ് ഇട്ടത്, ആ ചാപ്റ്ററിൽ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഈ ചോദ്യം കണ്ടോ, ഇത് നമ്മുടെ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഇത് 999ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ എന്തുവാ? ഇത് കാണുമ്പോഴേ അറിയാം, a² - b² ഫോമിലല്ലേ കിടക്കുന്നത്. എടാ a² - b² ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ a² - b² = a + b × a - b ആണെന്ന് ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. a + b × a - b ആണ്. a² - b² = a + b × a - b. a + b whole square is equal to a + b whole square is equal to a² + 2ab + b² അല്ലേ? a - b whole square is equal to a² - 2ab + b² അല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ പിള്ളേരെ a² - b² is equal to a + b × a - b ആണ്. a + b × a - b, a + b × a - b. അതായത് a + b എന്ന് പറഞ്ഞാല് രണ്ടുപേരും കൂടെ കൂട്ടുക. 999 ഒന്നും കൂടെ കൂട്ടിയ എത്ര? എടാ 999 ഒന്നും കൂടെ കൂട്ടിയാൽ 1000 വരും. 1000 വന്നു ഇൻറ്റു a - b എന്ന് പറഞ്ഞാല് ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. അതായത് 999 1 കുറച്ചാൽ എത്ര? 999 1 കുറച്ചാല് 998 എന്ന് വരത്തില്ലേ? 999 1 കുറച്ചാൽ എത്ര? 998 അല്ലേ? എടാ 998നെ 1000 കൊണ്ട് ഗുണിക്കണം. ഒരു സംഖ്യ 1000 കൊണ്ട് ഗുണിക്കാനേ, ഒരു സംഖ്യ 1000 കൊണ്ട് ഗുണിക്കാൻ ഒരു 3 പൂജ്യം ഇട്ട് കൊടുത്താൽ പോര്. 1000ത്തിന് എത്ര പൂജ്യം ഉണ്ട്? 1000ത്തിന് 3 പൂജ്യം അല്ലേ? അപ്പൊ ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഒരു സംഖ്യ 1000 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അതായത് 998 കഴിഞ്ഞ് 3 പൂജ്യം വരും. സോ അത്തരത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കിയേ. അത്തരത്തിൽ വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ബി. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. 998 കഴിഞ്ഞിട്ട് 3 പൂജ്യം വരുന്ന ഓപ്ഷൻ ആയിരുന്നു, അതായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ ക്ലിയർ ആയോ? സോ അങ്ങനെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പതിയെ കടക്കുവാണ്. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ചോദ്യം കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ചോദ്യം ഇതായിരുന്നു, 2/1000. എടാ 2/1000 മൈനസ് 2/999ന്റെ വില എത്ര എന്നാണ് ചോദ്യം. സോ കൃത്യംഗ സംഖ്യകളെ കുറയ്ക്കുന്ന ചോദ്യമാണ്. കൃത്യംഗ സംഖ്യകളെ ഗുണിക്കാനും ഹരിക്കാനും കൃത്യമായിട്ട് നിയമമുണ്ട്. കൃത്യംഗ സംഖ്യകളെ ഗുണിക്കണമെങ്കിൽ a⁻m × a⁻n പഠിച്ചു. ഹരിക്കണമെങ്കിൽ a⁻m / a⁻n ഉണ്ട്. പക്ഷേ കുറയ്ക്കാൻ കൃത്യംഗ നിയമം ഇല്ലടാ. കുറയ്ക്കാൻ കൃത്യംഗ നിയമം ഇല്ല. അങ്ങനെ കുറയ്ക്കാനോ കൂട്ടാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചോദിക്കുവാണ്, എടാ 3/2 പ്ലസ് 3/3 പ്ലസ് 3/5 പ്ലസ് 3/7ന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, സാറേ
കൃത്യംഗ സംഖ്യകളെ കൂട്ടാൻ കൃത്യമായിട്ട് നിയമമില്ല കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. കൃത്യംഗ സംഖ്യകളെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ കൃത്യംഗ നിയമം ഇല്ല. പിന്നെ എന്തിനൊക്കെയാണ് ഉള്ളത്? ഗുണിക്കാനും ഉണ്ട്, ഹരിക്കുവാനും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? കുറയ്ക്കാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം, കൃത്യംഗ സംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, എടാ കൃത്യംഗ സംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ വെളിയിൽ എടുക്കുക, അത്രമാത്രം ആലോചിച്ചാൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ വെളിയിലോട്ട് എടുക്കുക. എടാ തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യകളില് ഏറ്റവും ചെറുതിനെ പിടിച്ച് വെളിയിലോട്ട് എടുക്കുക. ഇവിടെ ഏറ്റവും ചെറുത് ഏതാ? 2/999 അല്ലേ ചെറുത്? അതിനെ ഇങ്ങ് വെളിയിലോട്ട് അങ്ങ് എടുക്കുക. സോ അതിനെ പിടിച്ച് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്നാ ഉണ്ട്? 2/1. കാരണം 2/999 2/1 കൂടെ ഗുണിച്ചാൽ 2/1000 അല്ലേ? ആണ്. മൈനസ് 2/999 2/999 വെളിയെടുത്താൽ പിന്നെ ബാക്കി എന്നാ ഉണ്ട്? 1. ഇനി ശരിയാണോ നോക്കിക്കേ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടുന്നുണ്ടോ? 2/999 2/1 കൊണ്ട് ഗുണിച്ചാൽ 2/1000 ആണ്. മൈനസ് 2/999 1 കൊണ്ട് ഗുണിച്ചാൽ 2/999 പക്ക, ഒരു പ്രശ്നമില്ല. സോ അങ്ങനെയാണെങ്കിൽ 2/999 ഇൻറ്റു 2/1 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാടാ? എടാ മക്കളെ, ഏതെങ്കിലും ഒരു കൃത്യംഗ സംഖ്യയുടെ പവർ 1 ആണെങ്കിൽ ആ നമ്പർ തന്നെ ആൻസർ. അപ്പൊ 2/1 എന്ന് പറഞ്ഞാൽ 2. ആ 2 1 കുറച്ചാൽ എത്ര? 2 1 കുറച്ചാൽ 1 അല്ലേ? 1. അപ്പോൾ ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ച ആൻസർ എത്ര? ആ സംഖ്യ തന്നെ. അപ്പൊ ഉത്തരം 2/999 എന്നുള്ള ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യണം. 2/999 എവിടെ കിടക്കുന്നത്? 2/999 എവിടെ കിടക്കുന്നത്? 2/999 ഓപ്ഷൻ ഡി ആയിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പൊ ഈ ചോദ്യം കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച വീഡിയോ ഉണ്ടല്ലോ, അതും ഇന്ന് പഠിപ്പിക്കുന്ന വീഡിയോയും കൂടെ ചേരുമ്പോൾ 10 ക്വസ്റ്റ്യൻ കിട്ടും. ആ 10 ചോദ്യങ്ങളാണ് കഴിഞ്ഞു പോയ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയ്ക്ക് ചോദിച്ചത്. ഈ 10 ചോദ്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻ താഴെ എഴുതി വരുമ്പോൾ ഉണ്ടല്ലോ, ഏകദേശം ഒരു 3 പേജിന് മേലെ പോകും. നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതുവാണെന്നുണ്ടെങ്കിൽ 3 പേജിന് മേലെ പോകും. ആ 3 പേജിനകത്ത് വന്ന ചോദ്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മാത്സിനകത്ത് മുൻ വർഷത്തിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കണം. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിനകത്ത് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ക്ലാസ്സുകളും ഉണ്ടല്ലോ, നിങ്ങൾ ഇതിന്റെ ബാക്കിയായിട്ട് എഴുതി പഠിക്കണം. അവൻ പരീക്ഷ ആകുമ്പോൾ ഉണ്ടല്ലോ മാത്സിനകത്തെ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുക. സോ ആ ഒരു കാര്യത്തിലെ മിനിമം ഗ്യാരണ്ടിയാണ് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. അടുത്തത് ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാ. എടാ ആരോഹണ ക്രമം എന്ന് പറഞ്ഞാല് ഏറ്റവും ചെറുതിന്ന് വലുതിലേക്ക് എഴുതണം. ആദ്യം ഏറ്റവും ചെറുത് പറയുക, എന്നിട്ട് ഏറ്റവും വലുത് ഏറ്റവും അവസാനം പറയണം. ചെറുതിൽ നിന്നും വലുതിലേക്ക് സംഖ്യകളെ അറേഞ്ച് ചെയ്യുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ആരോഹണ ക്രമം. ഇനി അവരോഹണ ക്രമം എന്ന് പറഞ്ഞാല് വലുതീന്ന് ചെറുതിലേക്ക് സംഖ്യകളെ അറേഞ്ച് ചെയ്യുക. ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആരോഹണ ക്രമം എന്ന് പറഞ്ഞാല് ചെറുതിൽ നിന്നും സംഖ്യകളെ വലുതിലേക്ക് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ആരോഹണം. അതേപോലെ അവരോഹണം എന്ന് പറഞ്ഞാല് വലുതിൽ നിന്നും സംഖ്യകളെ ചെറിയ നമ്പറിലേക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയെ പറയുന്ന പേരാണ് അവരോഹണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം കിടക്കുന്നത് 3/4, പിന്നെ 6/5, പിന്നെ 9/8, പിന്നെ 8/7. സോ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും ഭംഗിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചോണം കേട്ടോ. എല്ലാം ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. സർ ഇന്ന ടോപ്പിക് എടുത്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ഏത് ടോപ്പിക്ക് പറഞ്ഞാലും തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കും കൂടെ തോന്നുവാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സജഷൻ പരിഗണിച്ചുകൊണ്ട് CCയുടെ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് മാത്സിനകത്ത് നിന്ന് ഈ ചോദ്യം ഉറപ്പായിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കും. സോ പരമാവധി സാധ്യതകൾ, നമ്മൾ എന്ത് സാധ്യതകൾ കിട്ടിയാലും പരമാവധി എല്ലാം പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകണം. ജീവിതയാത്ര 2025 എന്ന് പറയുന്ന വർഷം ജീവിതത്തിലെ ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു വർഷമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇവിടെ എടാ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന സംഖ്യകളെ കുറിച്ച് നിങ്ങൾ നോക്കിക്കേ. ആദ്യം കിടക്കുന്ന 3/4 പിന്നെ 6/5 ഉണ്ട്, 9/8 ഉണ്ട്, 8/7 ഉണ്ട്. അതായത് ഇവിടെ കിടക്കുന്നത് ഒരൊറ്റ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതൊഴികെ ബാക്കിയെല്ലാം വിഷമഭിന്നമാണ്. എന്താണ് വിഷമഭിന്നം? എടാ വിഷമഭിന്നം എന്ന് പറഞ്ഞാല് അംശം വലുതും ഛേദം ചെറുതും. അംശം എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്നവനെ പറയുന്ന പേരാണ് അംശം. എടാ മുകളിൽ കിടക്കുന്ന സംഖ്യയെ പറയുന്ന പേര് അംശം, താഴെ കിടക്കുന്നവനെ പറയുന്ന പേര് ഛേദം. അപ്പോൾ മുകളിൽ കിടക്കുന്ന അംശം, താഴെ കിടക്കുന്ന ഛേദം. അപ്പൊ അംശം വലുതും ഛേദം ചെറുതും ആണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് വിഷമഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. എന്താണെന്നൂടെ പറഞ്ഞേ? അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് വിഷമഭിന്നം. വിഷമഭിന്നം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും വിഷമഭിന്നത്തിന് പ്രത്യേകതയുണ്ട്. വിഷമഭിന്നത്തിന്റെ പ്രത്യേകത ഉത്തരം ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അത് നിങ്ങൾ അങ്ങ് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു വിഷമഭിന്ന സംഖ്യ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? എടാ മക്കളെ, അംശം വലുതും ഛേദം ചെറുതും. എടാ അംശം മുകളിൽ കിടക്കുന്നത് ഒരു വലിയ സംഖ്യ, താഴെ കിടക്കുന്ന ഒരു ചെറിയ സംഖ്യ. അങ്ങനെ പറയുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് വിഷമഭിന്നം എന്നാണ് പറയുന്നത്. അങ്ങനെ അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേര് വിഷമഭിന്നം. സോ വിഷമഭിന്നത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ വിഷമഭിന്നത്തിന്റെ വില ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. പിന്നെ എന്തായാലും മുക്കാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ മുക്കാല് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? മുക്കാൽ എന്ന് പറഞ്ഞാല് ഒന്നിനേക്കാളും ചെറുതല്ലേ? അപ്പോ 6/5 വിഷമഭിന്നം, 9/8 വിഷമഭിന്നം, 8/7 വിഷമഭിന്നം. അപ്പൊ ഇതെന്തായാലും ഇവന്മാര് 3 പേരും ഒന്നിനേക്കാൾ കൂടുതലല്ലേ ആണ്. അപ്പോൾ ഏറ്റവും ചെറുതേതാ? ഏറ്റവും ചെറുതേതാ? ഏറ്റവും ചെറുതേതാ? ഏറ്റവും ചെറുത് 3/4 ആണ്. അപ്പോൾ 3/4 ആണ് ഉത്തരത്തിന് തുടക്കമായിട്ട് വരേണ്ടത്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അതങ്ങ് വിട്, ബാക്കിയുള്ളത് നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി. സോ ബാക്കിയുള്ള സംഖ്യകളില് ഏറ്റവും ചെറുത് ആരാണെന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ബാക്കിയുള്ള ഓരോ സംഖ്യകളും ജസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ? ഒരു 0 കൊടുത്താൽ മതി. അംശത്തിലെല്ലാം ഓരോ 0 കൊടുക്കുക. വെറുതെ എടാ അംശത്തിലെല്ലാം വെറുതെ ഒരു 0 കൊടുക്കുക. അംശത്തിലെല്ലാം വെറുതെ ഒരു 0 കൊടുക്കുക. ചുമ്മാ ഒരു 0 കൊടുക്കുക വെറുതെ. അതാണ്ടേ 6/5 എന്നുള്ളത് 60/5, 9/8 എന്നുള്ളത് 90/8, 8/7 എന്നുള്ളത് 80/7. എന്നിട്ട് വെറുതെ ഒന്ന് ഹരിക്കുക. ഏകദേശ വില മതി കേട്ടോ, ഏകദേശ വില മതിയേ. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 60നെ 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കൃത്യം 12. കണ്ടോ? 60നെ 5 കൊണ്ട് ഹരിച്ചാല് 12 ആണ്. ഇനി 90നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്രടാ? 90നെ 8 കൊണ്ട് ഹരിച്ചാല് 11 8 88 ശിഷ്ടം 2. അതായത് 11 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 11 പോയിന്റ് സംതിങ് ആണേ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏകദേശ വില മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനി 80നെ 7 കൊണ്ട് ഹരിക്കുക. 80നെ 7 കൊണ്ട് ഹരിച്ചാല് 1 7 ശിഷ്ടം 1 0, 1 7 ശിഷ്ടം 3. അതും 11 പോയിന്റ് സംതിങ് ആണ് വന്നത്. 2 പേര് 11 പോയിന്റ് സംതിങ് വന്നത് കൊണ്ട് ഒരു ഡിജിറ്റ് കൂടി എക്സ്ട്രാ നിങ്ങൾ എടുക്കണം. കാരണം 2 പേരും 11, അത് പണിയാ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആണ്ടേ കുത്ത് 0. സോ 2 8 16, 2 8 16 ശിഷ്ടം എത്രടാ? 16 4 20. അപ്പോ ഇത് 11.2 ആണെന്ന് മനസ്സിലായി. 80നെ 7 കൊണ്ട് ഹരിച്ചാല് കുത്ത് 0, 4 7 28. കണ്ടോ? അപ്പം നമുക്ക് 80നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 11.4 ആണ് വന്നത്. കണ്ടോ? 90നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 11.2 അല്ലേടാ വന്നത്. 80നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 11.4 അല്ലേ വന്നത്. ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും ആദ്യം 3/4 ആണെന്ന് മനസ്സിലായി. ആദ്യം 3/4 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഓരോന്നോരോന്ന് പിടിച്ചു. അതായത് പിന്നെ ചെറുത് ഏതാ? 11.2 അല്ലേ? ഇനി നിങ്ങൾ ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഇപ്പൊ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ 11.2 അല്ലേ? പിന്നുള്ളത് ചെറുത്. ചെറുത് ചെറുതീന്ന് വലുതിലേക്ക് പോണം. ഇനി 11.2 അല്ലേ ചെറുത്. സോ 11.2 എന്ന് പറഞ്ഞാൽ 9/8 അല്ലേടാ.
അപ്പൊ രണ്ടാമത് വരേണ്ടത് 9/8. 9/8 രണ്ടാമത് വരേണ്ടത് 9/8. 9/8 ആണ് രണ്ടാമത് വരേണ്ടത്. അപ്പൊ തന്നെ ഇതും വെട്ടാം, ഇതും വെട്ടാം. കണ്ടോ, രണ്ടാമത് വരേണ്ടത് 9/8. കണ്ടോ, അതിനുശേഷം 8/7. കണ്ടോ, 8/7. ഏറ്റവും അവസാനം 6/5. കണ്ടോ, ഏറ്റവും വലുത് 6/5. അപ്പൊ ഏറ്റവും ചെറുത് 3/4, ഏറ്റവും വലുത് 6/5 ആണെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിച്ചില്ലേ? ആണ്. ഇനി ഇതുപോലെ ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതേത് വലുതേത് ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതാനും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും എല്ലാം നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തു തരാം. സോ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അതേപോലെ വലുതേത് ചെറുതേത് ആരോഹണം അവരോഹണം കംപ്ലീറ്റ് പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് പഠിച്ചോണം കേട്ടോ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. സോ അവസാന ചോദ്യം, അതായത് ലാസ്റ്റ് പ്രോബ്ലം, 10ാമത്തെ ക്വസ്റ്റിനാ. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ചെയ്തു, ഈ ക്ലാസ്സിൽ 6 ചോദ്യം ചെയ്തു. 2 വീഡിയോ കൂടെ എന്ത് ചെയ്യണം? ക്ലബ് ചെയ്ത് പഠിക്കണം. രണ്ടിലെയും വൃത്തിയായിട്ട്. നിങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ അതിന്റെ ആൻസർ പറഞ്ഞു പോവല്ല ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് വീഡിയോ ലെങ്തി ആവുന്നത്. സോ നിങ്ങൾക്കത് ഉപകാരപ്പെടും. മുമ്പോട്ടുള്ള യാത്രയിലെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം എവിടുന്നാണ് ചോദിച്ചത്, എന്താണ് ചോദിച്ചതെന്നുള്ള കാര്യത്തിലെ ക്ലാരിറ്റി പക്കായിട്ട് കിട്ടും. സോ അത് പ്രയോജനപ്പെടുത്തി എടുക്കണം കേട്ടോ. സോ ഇവിടെ 1 2 3 4 n നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇത് എണ്ണൽ സംഖ്യകളുടെ തുകയല്ല. എണ്ണൽ സംഖ്യകളുടെ തുകയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതല്ല ഇത്. ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ n ഉണ്ടല്ലോ അതിങ്ങി കോമൺ ആയിട്ട് വെളിയെടുത്തേ. ഇവിടെ ഉണ്ട് n, ഇവിടെ ഉണ്ട് n, ഇവിടെ ഉണ്ട് n, ഇവിടെ ഉണ്ട് n, ഇവിടെ ഉണ്ട്. എല്ലായിടത്തും n ഉണ്ടോ? എല്ലായിടത്തും n ഉണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഇങ്ങി പുറത്തേക്ക് ഇട്, അവനെ തൂക്കിയെടുത്ത് പുറത്ത് കളയാൻ. സോ അങ്ങനെ എല്ലായിടത്തും n ഉള്ളത് കൊണ്ട് അവനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അവനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്നവനാ. അതായത് ആ 1/n ഇങ്ങി പുറത്തേക്ക് എടുത്ത്, ആ 1/n പുറത്തേക്ക് എടുത്തു. സോ ബാക്കി എന്നാ ഉണ്ട്? 1 + 2 + 3 + etc + n എന്ന് വരും. കണ്ടോ, ഇങ്ങനെ വരും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തോട്ട് ഗുണിച്ച് നോക്കിക്കേ. 1/n 1 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 1/n. 1/n 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 2/n. 1/n 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 3/n. സോ പക്ക. n 1/n കൊണ്ട് ഗുണിച്ചാൽ എത്ര? n/n. പക്ക. സോ ഇവിടെ നോക്കിക്കോണേ, ഈ 1/n അതുപോലെ തന്നെ നിൽക്കട്ടെ. ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. മക്കളെ, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? n × n+1/2 അല്ലേ? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. സോ സംഖ്യകളുടെ തുകയുമായിട്ട് ബന്ധപ്പെട്ട് 8 ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കാമെങ്കിൽ ഇപ്പൊ അങ്ങ് എഴുതിയെടുത്തു. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ, അതായത് തുടക്കം മുതലേ അങ്ങ് പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നിട്ട് തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാല് n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. അവസാന പദം ഇല്ലെങ്കിൽ n/2 × 2a + n - 1 × d. ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. ആദ്യത്തെ ഇത്ര അഖണ്ഡ സംഖ്യകളുടെ തുക n × n-1/2. അതായത് നമ്മുടെ ഷെയ്ക്ക് ഹാൻഡ് സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ അടിച്ചാൽ മതി. ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ തുക n × n+1. ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ തുക n². ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാല് n × n+1 × 2n+1/6. അവസാനം ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ n × n+1/2 ഹോൾ സ്ക്വയർ എന്ന് എടുക്കണം. അങ്ങനെ ഈ 8 ഇക്വേഷനും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. ഏത്? സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ 8 ഇക്വേഷൻസും വൃത്തിയായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1/2 ആ. കണ്ടോ ഇവിടെ മക്കളെ? കണ്ട, ഈ n കട്ടായി പോയി, വേറൊന്നും കട്ട് ചെയ്യാനില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഉത്തരം n+1/2 എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. വളരെ നല്ലൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ മുമ്പോട്ടുള്ള യാത്രയില്
ഈ 10 ചോദ്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ച് ഏതൊക്കെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 10 മാർക്കും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. 2025 എന്ന് പറയുന്ന വർഷം ഇത്തരത്തിലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും പോലീസ് ഡ്രൈവർ എന്ന് മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര. സോ അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ കാര്യം മറന്നു പോരുത്. സോ അത് പരമാവധി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യിപ്പിക്കാം. അടുത്ത ക്ലാസ്സിലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മറ്റൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.